ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തകർച്ച പെട്ടെന്ന് മുന്നിൽ വന്നു നിൽക്കുമ്പോഴോ ഒക്കെ നമ്മൾ ആദ്യം എന്തായിരിക്കും ചിന്തിക്കുക? എനിക്ക് ആരുടെയോ കണ്ണ് തട്ടിയതാണ് അല്ലെങ്കിൽ ആരോ ശപിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കാനായിരിക്കും മിക്കപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നം മറ്റുള്ളവരുടെ കണ്ണിലല്ല, മറിച്ച് നമ്മുടെ കൂടെ തന്നെയുള്ള ചിലരുടെ മനസ്സിലിരിപ്പിലാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവന് തുല്യം വിശ്വസിക്കുന്ന, എപ്പോഴും നമ്മളോട് ചിരിച്ചു സംസാരിക്കുന്ന ചില മനുഷ്യരുടെ ഉള്ളിലെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുന്നത്. ഇവിടെയാണ് മഹാനായ ചാണക്യൻ പറഞ്ഞുവെച്ച ഒരു വലിയ മനഃശാസ്ത്രപരമായ സത്യം നാം ഓർക്കേണ്ടത്. നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്ന ഒരുവനേക്കാൾ വലിയൊരു ശാപം നിങ്ങളുടെ ജീവിതത്തിൽ വേറെയുണ്ടാകാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമ്മുടെ മനസ്സിലെ സമാധാനവും സന്തോഷവും ഒരു ചിതലരിപ്പതുപോലെ ഉള്ളിൽ നിന്ന് തിന്നുതീർക്കുന്ന അത്തരം വിഷലിപ്തമായ ബന്ധങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താമെന്നും അതിലൂടെ എങ്ങനെ മാനസികമായ കരുത്ത് നേടിയെടുക്കാമെന്നുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവായ അന്തരീക്ഷത്തിലും മനസ്സിനെ ഒട്ടുമിടറാതെ ശാന്തമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ചില ജീവിത തന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന ചിലരിൽ നിന്ന് നിങ്ങളെ വൈകാരികമായി അകറ്റിയേക്കാം. ആ കൈപ്പുള്ള സത്യം ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഈ ചിന്തകളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവർക്കിടയിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ശത്രുത ജനിക്കുന്നത് എന്നാണ്. ഇന്നലെ വരെ നമ്മളോടൊപ്പം ഇരുന്ന് ചിരിക്കുകയും കളിക്കുകയും ചെയ്ത ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ നമ്മൾ ജീവിതത്തിൽ ഒരു ചെറിയ വിജയം നേടുമ്പോൾ അല്ലെങ്കിൽ ഒരു പടി മുന്നോട്ട് കയറുമ്പോൾ പെട്ടെന്ന് മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ആ മാറ്റത്തിനു പിന്നിൽ ഒരു വലിയ മനഃശാസ്ത്രമുണ്ട്. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ആപേക്ഷികമായ വഞ്ചന അഥവാ ഒപ്പമുള്ളവരുമായുള്ള താരതമ്യം മൂലമുണ്ടാകുന്ന നഷ്ടബോധമെന്ന് വിളിക്കുന്നു. അതായത് നിങ്ങളും അവരും ഒരേ നിലവാരത്തിലായിരുന്നതുവരെ അവിടെ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ കഷ്ടപ്പെടുന്നു, ഒരേപോലെ ജീവിക്കുന്നു. എന്നാൽ നിങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു പടി മുകളിലേക്ക് കയറിയ ആ കൃത്യമായ നിമിഷം നിങ്ങൾ അറിയാതെ തന്നെ അവരുടെ അഹന്തയ്ക്ക് ഒരു മുറിവേറ്റു. നിങ്ങളുടെ ആ വിജയം നിങ്ങൾ എത്രത്തോളം യോഗ്യനാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല, മറിച്ച് അവർ ജീവിതത്തിൽ എവിടെയോ പിന്നിലായിപ്പോയി എന്നൊരു അപകർഷതാബോധം അവരുടെ ഉള്ളിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്ത് ഒരു മനുഷ്യനും താൻ പരാജയപ്പെട്ടുപോയി എന്ന് സ്വയം സമ്മതിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ചിന്തയിൽ നിന്നാണ് നിങ്ങളോടുള്ള വെറുപ്പും അസൂയയും ജനിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വെറുപ്പ് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരില്ല. ഒരാൾ നിങ്ങളോട് പരസ്യമായി എതിർത്തു നിൽക്കുകയോ പിണങ്ങുകയോ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജാഗ്രത പാലിക്കാം, അയാളിൽ നിന്ന് അകന്നു നിൽക്കാം. എന്നാൽ യഥാർത്ഥ അപകടം ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരു മുഖംമൂടിയുടെ പിന്നിലാണ്. മുഖത്തെപ്പോഴും ഒരു നന്മ ആഗ്രഹിക്കുന്നവന്റെ ഭാവം, വാക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന സ്നേഹം, പക്ഷേ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുന്ന വിഷം. ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ചാണക്യൻ കൂടെ നടന്ന് ചതിക്കുന്നവർ എന്ന് വിശേഷിപ്പിച്ചത്. സമയത്തിന് ഇത്തരം ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തകർച്ചയ്ക്കുള്ള വഴി തന്നെയാണ് ഒരുക്കുന്നത്. ഇതിലെ ആദ്യത്തെ ലക്ഷണം വളരെ കൗതുകമുണർത്തുന്നതാണ്. അത് തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല, കാരണം അതത്രമേൽ മധുരമുള്ള ഒന്നാണ്. നമ്മൾ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അതിനെ അമിതമായി വാനോളം പുകഴ്ത്തുന്ന ചില ആളുകൾ എപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ടാകാറുണ്ട്. നമ്മുടെ ഒരു ചെറിയ വിജയത്തെപ്പോലും അവർ വലിയൊരു നേട്ടമായി കൊണ്ടാടും. ഇനി നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും അതിനെ ന്യായീകരിക്കാനും അവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ തോന്നും, അല്ലേ? എന്നാൽ ചരിത്രപുരുഷനായ ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ മുഖത്തു നോക്കി അമിതമായി പുകഴ്ത്തുന്ന ഒരാൾ ഒന്നുകിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും സ്വാർത്ഥലാഭം ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ വലിയൊരു നാശത്തിലേക്ക് തള്ളിവിടാൻ മനഃപൂർവ്വം ശ്രമിക്കുകയായിരിക്കും. ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും കണ്ണടച്ച് പിന്തുണയ്ക്കുകയും നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നെപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതു മാത്രം വരണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ എപ്പോഴും നമ്മുടെ കാതുകൾക്ക് ഇമ്പമുള്ള മധുരവാക്കുകൾ മാത്രം പറയുന്നവരല്ല, മറിച്ച് നമ്മളൊരു തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും നമ്മളെ തിരുത്താനുമുള്ള ആർജവം കാണിക്കുന്നവരാണ്. നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ സ്നേഹത്തോടെ കൈപിടിച്ച് നേർവഴിയിലേക്ക് നടത്താനും യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്താനും അവർക്ക് സാധിക്കും. എന്നാൽ ഈ അമിതമായ പുകഴ്ത്തലുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നാണ്. നമ്മുടെ കണ്ണുകളിൽ അഹങ്കാരത്തിന്റെ തിമിരം ബാധിപ്പിക്കുക എന്നത് മാത്രമാണത്. അഹങ്കാരം കണ്ണുകളെ മറയ്ക്കുമ്പോൾ മുന്നിലുള്ള വലിയൊരു കുഴിപോലും കാണാൻ നമുക്ക് കഴിയില്ല. ഒടുവിൽ നമ്മളതിൽ വീണു തകരുകയും ചെയ്യും. ഈ കെണി തിരിച്ചറിയാതെയാണ് പലപ്പോഴും നമ്മൾ ആ മധുരവാക്കുകളിൽ എളുപ്പത്തിൽ വീണുപോകുന്നത്. ഇനി ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു സ്വഭാവവിശേഷമുണ്ട്. ചില മനുഷ്യർ നമ്മളോട് വന്ന് വളരെ സ്നേഹത്തോടെ സംസാരിക്കുമെങ്കിലും അവരുടെ വാക്കുകളിൽ എപ്പോഴും ഒരു ഭയപ്പെടുത്തലിന്റെ നിഴലുണ്ടാകും.
ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് എന്നൊരു ആമുഖത്തോടെയായിരിക്കും അവർ എപ്പോഴും സംസാരിച്ചു തുടങ്ങുക. ജീവിതത്തിൽ ഒരു പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭമോ തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവർ ഉടൻ തന്നെ ചില പരാജയങ്ങളുടെ കഥകൾ നിരത്തി നമ്മളെ പേടിപ്പിക്കാൻ തുടങ്ങും. അയ്യോ, ഇപ്പോൾ വിപണി വളരെ മോശമാണ്, എന്റെ അറിവിലുള്ള ഒരാൾ ഇതുപോലെ ചെയ്ത് വലിയ കടക്കാരനായിപ്പോയി, നീ ഇതിന് മുതിരേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ പിന്തിരിപ്പിക്കും. പുറമേക്ക് അവർ നമ്മളെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ അവർ അതീവ സന്തുഷ്ടരായിരിക്കും എന്നതാണ് സത്യം. ഇതിനെ നമുക്ക് ചിതൽ പോലെയുള്ള ഉപദേശങ്ങൾ എന്ന് വിളിക്കാം. പുറമേക്ക് അതൊരു സംരക്ഷണ കവചം പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഉള്ളിലത് നമ്മുടെ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും പൂർണ്ണമായി കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള മനുഷ്യർ ഒരിക്കലും നമ്മുടെ കഴിവിനെ കണ്ടല്ല ഭയപ്പെടുന്നത്, മറിച്ച് നമ്മുടെ ധൈര്യത്തെയാണവർ ഭയപ്പെടുന്നത്. കാരണം നമ്മൾ ഒരു തവണ ധൈര്യം സംഭരിച്ച് മുന്നോട്ടിറങ്ങിയാൽ നമ്മൾ അവരേക്കാൾ വളരെ ഉയരത്തിലെത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ പരാജയപ്പെടുമോ, എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ വിത്തുകൾ അവർ പാകുന്നു. അങ്ങനെ ആ കാര്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ മാനസികമായി പരാജയപ്പെടുന്നു. ഭയം കാരണം നമ്മൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുകയാണ്, തങ്ങളോടൊപ്പം തന്നെ നമ്മളും താഴെ തന്നെ തുടരുന്നുണ്ടല്ലോ എന്നോർത്ത്. നമ്മുടെ ചുറ്റും നമ്മുടെ വലിയ സ്വപ്നങ്ങളെ തളർത്തുന്ന ഇത്തരം സുരക്ഷിതത്വ ഉപദേശകരുണ്ടെങ്കിൽ അവർ നമ്മുടെ സുരക്ഷിതത്വമല്ല, മറിച്ച് അവരുടെ ഒപ്പമുള്ള നമ്മുടെ തുല്യത മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ പൊരുൾ പലരും ആലോചിക്കാറില്ല. കാരണം ഇത്തരം മനുഷ്യരുടെ ശരിക്കുമുള്ള കളി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ സ്വപ്നങ്ങളെ തളർത്തുക എന്നതിൽ മാത്രമല്ല അവരുടെ നോട്ടം. നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതകളെയാണ് അവർ അടുത്തതായി ലക്ഷ്യമിടുന്നത്. ഉള്ളു തുറന്ന് വിശ്വസിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളോ മനസ്സിലെ പേടികളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾ ഇത്തരമൊരാളോട് പങ്കുവയ്ക്കുന്നു എന്ന് കരുതുക. അധികം വൈകാതെ തന്നെ ആ രഹസ്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ നാട്ടിലോ മുഴുവൻ വലിയൊരു സംസാര വിഷയമായി മാറിയിട്ടുണ്ടാകും. അവിടെയാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ നാടകം അരങ്ങേറുന്നത്. നിങ്ങളുടെ ആ രഹസ്യം പരസ്യമാക്കിയ അതേ വ്യക്തി തന്നെ വളരെ സങ്കടത്തോടെ നിങ്ങളുടെ അരികിലേക്ക് വരും. എന്നിട്ട് പറയും, കണ്ടോ, ഈ നാട്ടിലെ മനുഷ്യരെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല, നിന്റെ ആ കാര്യം എങ്ങനെയോ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, എനിക്ക് കേട്ടിട്ട് ഭയങ്കര വിഷമമായി എന്ന്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ചാണക്യന്റെ ആ മഹത്തായ തന്ത്രം ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത്. വൈകാരികമായി തളരുകയല്ല, മറിച്ച് അതീവ ബുദ്ധിപൂർവമായ ഒരു സമീപനമാണ് ഇവിടെ ആവശ്യമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ മുന്നിൽ ചെന്ന് നേരിട്ട് കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. കാരണം അവർ അത് പാടെ നിഷേധിക്കുകയും ഒടുവിൽ നിങ്ങളെത്തന്നെ കൂടുതൽ കുറ്റക്കാരനാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത് ശാന്തമായി ഒരു ചെറിയ പരീക്ഷണം നടത്തുക എന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് സംശയം തോന്നുന്ന വ്യത്യസ്തരായ ആളുകളോട് വ്യത്യസ്തങ്ങളായ ചില വ്യാജ വിവരങ്ങൾ പങ്കുവയ്ക്കുക. എന്നിട്ടൊട്ടും ബഹളം വയ്ക്കാതെ വളരെ ശാന്തമായി കാര്യങ്ങൾ നിരീക്ഷിക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതു വിവരമാണ് നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ ഒടുവിൽ തിരികെ വരുന്നത് എന്ന് നോക്കുക. ഏത് വ്യക്തിയിലൂടെയാണ് ആ രഹസ്യം പുറത്തായത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവരോട് ചെന്ന് വഴക്കിടാനോ തർക്കിക്കാനോ നിൽക്കരുത്. പകരം അവർക്ക് നൽകിക്കൊണ്ടിരുന്ന വിവരങ്ങളുടെ ഒഴുക്ക് പൂർണ്ണമായും അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ചാണക്യന്റെ യുദ്ധങ്ങൾ പലതും ജയിച്ചിട്ടുള്ളത് വാളുകളുടെ മൂർച്ച കൊണ്ടല്ല, മറിച്ച് മൗനത്തിന്റെ ശക്തി കൊണ്ടാണ്. പലരും വരുത്തുന്ന ഒരു വലിയ തെറ്റുണ്ട്. സത്യം മനസ്സിലായാലുടൻ അവർ ആ വ്യക്തിയോട് തർക്കിക്കാൻ തുടങ്ങും, സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ പാടുപെടും. എന്നാൽ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അത് നിങ്ങളുടെ ആന്തരിക ഊർജ്ജമാണ്. നമ്മുടെ പക്കൽ പരിമിതമായ ഊർജ്ജം മാത്രമേയുള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക. അസൂയ നിറഞ്ഞ ഇത്തരം മനുഷ്യരെ തിരുത്താനും അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനും വേണ്ടി അത് പാഴാക്കിക്കളഞ്ഞാൽ സ്വന്തം വളർച്ചയ്ക്കായി നിങ്ങൾക്ക് എവിടെയാണ് സമയം ലഭിക്കുക? വഴിയിലൂടെ ആന നടന്നു പോകുമ്പോൾ പലതും കുരച്ചുവെന്നു വരാം, എന്നാൽ ആന ഒരിക്കലും വഴിമാറി നടക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാറില്ല. അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശാന്തമായി മുന്നേറുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം, ഞാൻ ഒന്നും മിണ്ടാതെയിരുന്നാൽ ഇവർ എനിക്ക് വീണ്ടും കൂടുതൽ ദ്രോഹം ചെയ്യില്ലേ എന്ന്. ഇങ്ങനെയൊരു ഭയമുള്ളതുകൊണ്ടാണ് പലരും പെട്ടെന്ന് പ്രതികരിച്ചു പോകുന്നത്. എന്നാൽ യഥാർത്ഥ സത്യം മറ്റൊന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമ്പോൾ, അനാവശ്യമായി സംസാരിക്കാതെ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ മറുപടി നൽകാൻ തുടങ്ങുമ്പോൾ ഇത്തരം ആളുകൾ ആദ്യം വല്ലാതെ ആശയക്കുഴപ്പത്തിലാകും. പിന്നീട് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഭയം തോന്നിത്തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് പ്രവചിക്കാൻ അവർക്ക് കഴിയില്ല. ഒരു മനുഷ്യന് കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത കാര്യങ്ങളാണ് അവനെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ജീവിതത്തിന്റെ ഈയൊരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട, മനസ്സിനോട് ചേർത്ത് പിടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ചെന്നുപെടുമ്പോൾ അറിയാതെ നമ്മളിൽ പലരുടെയും മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഈ അവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരോടല്ല, പകരം നിങ്ങളോട് തന്നെ പോരാടാൻ പഠിക്കും. ആ ആത്മപോരാട്ടമാണ് നിങ്ങളെ യഥാർത്ഥ വിജയത്തിന്റെ തീരങ്ങളിലേക്ക് നയിക്കുന്നത്. ഒരു നിമിഷം ശാന്തമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളോട് അസൂയപ്പെടുന്നവർ ആരാണെന്നും നിങ്ങളുടെ തകർച്ചയ്ക്കായി നിഴലിൽ ഒളിച്ചിരുന്ന് കരുക്കൾ നീക്കുന്നത് ആരാണെന്നും തിരിച്ചറിയുമ്പോൾ ഉള്ളിൽ ആദ്യം ജനിക്കുന്ന വികാരം എന്തായിരിക്കും?
തീർച്ചയായും അത് കടുത്ത ദേഷ്യവും പ്രതികാരചിന്തയുമായിരിക്കും. അവൻ എന്നോട് ഇത് ചെയ്തു, ഇനി ഞാനും അവനെ വെറുതെ വിടില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് നിരന്തരം മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിലേക്ക് വീണുപോകുന്നത്. ഏതു നിമിഷമാണോ ശത്രുവിനോടുള്ള കോപം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത്, അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അവർക്ക് ജീവിക്കാനുള്ള ഇടം നിങ്ങൾ അറിയാതെ നൽകിക്കഴിഞ്ഞു. ചാണക്യന്റെ പ്രശസ്തമായ ഒരു വചനമുണ്ട്: ഒരു പോരാട്ടത്തിൽ നമ്മൾ തോറ്റുപോയത് പുറംലോകത്തല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിലാണ്. ഒരാളുടെ മോശം പെരുമാറ്റം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചിന്തകളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം തകർക്കുന്നുണ്ടെങ്കിൽ, അവൻ മറ്റൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളെ പകുതിയും തോൽപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യഥാർത്ഥ കരുത്ത് എന്നത് പകരം വീട്ടുന്നതിലല്ല, മറിച്ച് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശീലിക്കുന്നതിലാണ്. ഒരു തുള്ളി ചോര പോലും ചിന്താതെ, ഒരൊറ്റ വാക്കുപോലും തർക്കിക്കാതെ മുന്നിലുള്ള ശത്രുവിനെ എങ്ങനെ നിഷ്പ്രഭനാക്കാം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം ഈയൊരു കഠിനസത്യം മനസ്സിനെ ബോധ്യപ്പെടുത്തുക: ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളും ജയിക്കാൻ വേണ്ടിയുള്ളതല്ല, ചിലത് പാതിവഴിയിൽ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ആ പിൻവാങ്ങൽ ഒരിക്കലും നിങ്ങളുടെ ഭീരുത്വമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഇത്തരം മനുഷ്യരുമായി തർക്കിക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് നിങ്ങൾ അറിയാതെ അവർക്ക് നൽകുന്നത്, അതായത് നിങ്ങളുടെ പ്രതികരണം. അവരുടെ ആകെത്തുകയെന്നത് നിങ്ങളുടെ ആ മറുപടിയിലാണ് നിലനിൽക്കുന്നത്. അവർ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യണം, അതുമാത്രമാണ് അവരുടെ വിജയം. എന്നാൽ ഏതു ദിവസമാണോ നിങ്ങൾ ആ പ്രതികരണങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കുന്നത്, അന്നു മുതൽ അവർ ഉള്ളുകൊണ്ട് തളരാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ആദ്യം ശീലിക്കേണ്ട നിയമം എന്നത് വൈകാരികമായ ഒരു അകലം പാലിക്കുക എന്നതാണ്. ബന്ധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നല്ല ഇതിനർത്ഥം, മറിച്ച് മനസ്സുകൊണ്ട് അവരിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ്. ചിലപ്പോൾ കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള ബന്ധങ്ങൾ പൂർണ്ണമായി മുറിച്ചുമാറ്റാൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല. എങ്കിലും അവരുമായി ഒരു വൈകാരിക അകലം കാത്തുസൂക്ഷിക്കാൻ നമുക്കെപ്പോഴും സാധിക്കും. അതിനർത്ഥം നിങ്ങൾ അവരോട് മോശമായി പെരുമാറണമെന്നല്ല, പകരം യാതൊരു ഭാവവ്യത്യാസവുമില്ലാത്ത ഒരു നിസ്സംഗതയിലേക്ക് മാറുക എന്നതാണ്. അവരോട് അമിതമായി സംസാരിക്കാതിരിക്കുക, അവരുടെ പുകഴ്ത്തലുകളിൽ വീഴാതിരിക്കുക, അവരുടെ പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. ആഴമേറിയ ശാന്തമായ ഒരു തടാകം പോലെ സ്വന്തം മനസ്സിനെ മാറ്റിയെടുക്കുക. നിങ്ങളിങ്ങനെ ശാന്തത കൈവരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചേക്കാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി അവർ കൂടുതൽ മൂർച്ചയുള്ള വാക്കുകൾ എടുത്തുപയോഗിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെപ്പോലും പരിഹസിച്ചുവെന്നു വരാം. ആ ഒരു നിർണായക നിമിഷത്തിൽ നിങ്ങൾ വീണ്ടും ദേഷ്യപ്പെടാൻ തുനിഞ്ഞാൽ കളി അവിടെ തീർന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ സെക്കൻഡിൽ നിങ്ങൾ സ്വന്തം മനസ്സിനോട് ദൃഢമായി പറയുക: എന്റെ വിലപ്പെട്ട ഊർജ്ജം ഇവർക്ക് നൽകി ഞാൻ കളയില്ല എന്ന്. ഉള്ളിൽ തോന്നുന്ന ഈയൊരു ചെറിയ ചിന്ത വലിയൊരു തകർച്ചയിൽ നിന്നാവും നിങ്ങളെ രക്ഷിക്കുന്നത്. ഇവിടെ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്: ഞാൻ ഇങ്ങനെയൊന്നും മിണ്ടാതെ ഇരുന്നാൽ ഞാൻ പേടിയുള്ളവനാണെന്നും ദുർബലനാണെന്നും മറ്റുള്ളവർ കരുതില്ലേ? സത്യത്തിൽ ഈയൊരു ചിന്തയാണ് പലരുടെയും ജീവിതം തകർക്കുന്നത്. യഥാർത്ഥത്തിൽ എപ്പോഴും ബഹളം വയ്ക്കുന്ന മനുഷ്യനാണ് ഉള്ളിൽ ഭയമുള്ളവൻ. ശരിക്കുമുള്ള കരുത്തുള്ളവർ എപ്പോഴും ശാന്തരായിരിക്കും. കാട്ടിലെ സിംഹം ഇരപിടിക്കാൻ പോകുമ്പോൾ ഒരിക്കലും അലറാറില്ല, അത് അതീവ ശാന്തമായി ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഈ സമൂഹം എപ്പോഴും നിങ്ങളുടെ വിജയങ്ങളെയാണ് ഉറ്റുനോക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ശബ്ദത്തെയല്ല. നിങ്ങൾ സംസാരം കുറയ്ക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ വലിയ വിജയങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ഇന്നലെ വരെ നിങ്ങളെ വിലകുറച്ചു കണ്ടവർ പോലും നിങ്ങളെ ആദരവോടെ നോക്കാൻ തുടങ്ങും. അടുത്തതായി, നല്ല മനുഷ്യർ അറിയാതെ വീണുപോകുന്ന മറ്റൊരു വലിയ കെണിയുണ്ട്: സ്വയം ന്യായീകരിക്കാനുള്ള പ്രവണത. ആരെങ്കിലും നിങ്ങളുടെ മേൽ ഒരു കുറ്റം ആരോപിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഉദ്ദേശ്യത്തെ ചോദ്യം ചെയ്താൽ, നിങ്ങൾ ഉടൻ തന്നെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ല മനസ്സിനാൽ ചെയ്തതാണ് എന്ന് പറഞ്ഞ് തെളിവുകൾ നിരത്താൻ ഓടും. പുറമേക്കത് ശരിയാണെന്ന് തോന്നുമെങ്കിലും അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പതുക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ എപ്പോൾ ന്യായീകരിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കോടതിയിലെ ഒരു പ്രതിയായി സ്വയം മാറിക്കഴിഞ്ഞു. ചാണക്യൻ വ്യക്തമാക്കുന്നുണ്ട്: എപ്പോഴും കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്ന ഒരാൾ തുടക്കത്തിൽ തന്നെ പരാജയം സമ്മതിച്ചവനാണ്. നിങ്ങളോട് അസൂയയുള്ളവർക്കൊരിക്കലും നിങ്ങളുടെ ഭാഗത്തെ സത്യമല്ല അറിയേണ്ടത്, മറിച്ച് നിങ്ങളുടെ സങ്കടമാണ് അവർക്ക് കാണേണ്ടത്. നിങ്ങൾ വിഷമിക്കുന്നതും പരിഭ്രാന്തനാകുന്നതും കാണുമ്പോൾ അവർക്ക് വലിയൊരു ആനന്ദം ലഭിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കർശനമായ നിയമമുണ്ടാക്കുക: നിങ്ങളുടെ ബഹുമാനം കുറയ്ക്കുന്ന ഇടങ്ങളിൽ പൂർണ്ണ മൗനം പാലിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും വാക്കുകൾ കൊണ്ട് മറുപടി നൽകേണ്ടതില്ല. ചില ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ വളർച്ച തന്നെയാണ് ഏറ്റവും വലിയ മറുപടിയായി മാറേണ്ടത്. പക്ഷെ ചിലപ്പോൾ ഇത്തരം മനുഷ്യർ വാക്കുകളിൽ മാത്രം ഒതുങ്ങില്ല. അവർ നിങ്ങളുടെ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചേക്കാം, നിങ്ങളുടെ പേര് ചീത്തയാക്കാൻ വ്യാജകഥകൾ കെട്ടിച്ചമച്ചേക്കാം. ഇവിടെ വെറുതെ മൗനം പാലിച്ചാൽ മാത്രം പോരാ, ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായ ചില അതിരുകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അതിരുകൾ നിശ്ചയിക്കുക എന്നാൽ വഴക്കുണ്ടാക്കുക എന്നല്ല, മറിച്ച് ഏതു തരത്തിലുള്ള പെരുമാറ്റമാണ് നിങ്ങൾ അനുവദിക്കുക, ഏതാണ് ഒരിക്കലും അനുവദിക്കാത്തത് എന്ന് കൃത്യമായി കാണിച്ചുകൊടുക്കുക എന്നതാണ്. ആ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോൾ ഒട്ടും ദേഷ്യപ്പെടാതെ, ഒരു നാടകീയതയും കാണിക്കാതെ അവരിൽ നിന്നുള്ള അകലം അത്രമേൽ വർദ്ധിപ്പിക്കുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അല്പം കയ്പുള്ള, എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്.
നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇത്തരം അസൂയക്കാരായ മനുഷ്യരെ സാമ്പത്തികമായി ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പൂർണ്ണമായ മാനസിക സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. കേൾക്കുമ്പോൾ ഒരുപക്ഷെ സങ്കടം തോന്നുമെങ്കിലും ഇതാണ് പരമമായ സത്യം. നിങ്ങളുടെ അന്നത്തെ നിയന്ത്രിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ മൗനത്തെയും എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ചാണക്യനീതിയിൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് അഥവാ സാമ്പത്തികമായ സ്വയംപര്യാപ്തതയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അത് കേവലം പണം കുന്നുകൂട്ടുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം ആർക്കും മുന്നിലും പണയം വയ്ക്കാതിരിക്കുക എന്നതാണ്. നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കൈകളിൽ ഭദ്രമാകുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടേത് മാത്രമായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ അനാവശ്യമായി തല കുനിക്കേണ്ടി വരില്ല. ഭയം കാരണം സത്യങ്ങൾ മൂടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഇത്തരം വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മോചനം വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ തിരുത്താൻ നടക്കുന്നത് ദയവായി നിർത്തുക. പകരം നിങ്ങളെത്തന്നെ എല്ലാ രീതിയിലും ശക്തനാക്കാൻ ശ്രമിക്കുക. ഇവിടെ പണം എന്നത് കേവലം ഒരു ആഡംബരമല്ല, മറിച്ച് നിങ്ങളുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്ന ഒരു സുരക്ഷാ കവചമാണ്. നിങ്ങളിങ്ങനെ അതീവ ശാന്തനാവുകയും നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ തകർക്കാൻ നോക്കിയവരുടെ പെരുമാറ്റത്തിൽ പോലും വലിയ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. തുടക്കത്തിൽ അവർ നിങ്ങളെ പരമാവധി പ്രകോപിപ്പിക്കാൻ നോക്കും. പിന്നീട് നിങ്ങളുടെ മൗനം കണ്ട് അവർ ആശയക്കുഴപ്പത്തിലാകും. ഒടുവിൽ അവർ നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് ചിന്തിച്ച് അവരുടെ ഉറക്കം നഷ്ടപ്പെടും. ആർക്കും പെട്ടെന്ന് പ്രവചിക്കാൻ കഴിയാത്ത നിഗൂഢമായ ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിനുള്ള വഴി. ആ കവചം തകർക്കാൻ ആർക്കും അത്ര എളുപ്പത്തിൽ കഴിയില്ല. പക്ഷേ ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട മറ്റൊരു ജാഗ്രത കൂടിയുണ്ട്. മറ്റുള്ളവരുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മൾ പലപ്പോഴും ഉള്ളിൽ വെറുപ്പും കയ്പും നിറഞ്ഞവരായി മാറാറുണ്ട്. നമ്മൾ ചുറ്റുമുള്ള എല്ലാവരെയും സംശയത്തോടെ നോക്കാൻ തുടങ്ങും. ആരെങ്കിലും നമ്മളോട് സ്നേഹത്തോടെ ചിരിച്ച് സംസാരിച്ചാൽ പോലും അതിലെന്തോ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചിന്തിച്ചു പോകും. അത്തരം ചിന്തകൾ നിങ്ങളുടെ മാനസിക സമാധാനത്തെ പൂർണ്ണമായി തകർത്തുകളയും. ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളല്ല എന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നവരെല്ലാം നിങ്ങളോട് അസൂയയുള്ളവരുമല്ല. അത് തിരിച്ചറിയാനുള്ള വലിയൊരു വിവേകം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ഗുരുനാഥനായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തിക്കളയാൻ വേണ്ടി നിങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തുന്നവനാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വഞ്ചിതനായി മാറും, അല്ലെങ്കിൽ എല്ലാവരെയും സംശയിക്കുന്ന ഒരു രോഗിയായിത്തീരും. ഈ രണ്ട് അവസ്ഥകളും ഒരുപോലെ അപകടകരമാണ്. ഇനി നമ്മൾ ഈ ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നത് പ്രശ്നങ്ങൾ മുഴുവൻ പുറത്തുള്ള മനുഷ്യരാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യഥാർത്ഥത്തിലുള്ള പോരാട്ടം ആരംഭിക്കുന്നത് പുറംലോകത്തു നിന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. പല നല്ല മനുഷ്യരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് ഇങ്ങനെയൊരു ഘട്ടത്തിലാണ്. അവർ പുറത്തുള്ള ശത്രുക്കളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് കൃത്യമായി പഠിച്ചേക്കാം, പക്ഷെ സ്വന്തം മനസ്സിനുള്ളിൽ പുകയുന്ന വെറുപ്പിനെ നിയന്ത്രിക്കാൻ അവർക്ക് പലപ്പോഴും കഴിയാറില്ല. ചാണക്യൻ വളരെ മനോഹരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശത്രുവിനോട് നിരന്തരം പോരാടി ഒടുവിൽ സ്വയം ഒരു ശത്രുവായി മാറിത്തീരുന്നവനാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങുന്നത്. ഒരാൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തനിയെ പ്രതികാരത്തിന്റെ കനലുകൾ എരിയാൻ തുടങ്ങും. നിങ്ങളെപ്പോഴും അയാളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൂടും. അവൻ എന്താണ് പറഞ്ഞത്, അവൻ അടുത്തതായി എന്ത് ചതിയാവും ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ഇതിലൂടെ അറിയാതെ തന്നെ നിങ്ങൾ ആ ശത്രുവിനെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ സ്ഥിരമായി താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പുറത്തുനിന്നല്ല, പകരം നിങ്ങളുടെ ചിന്തകളെ തടവിലാക്കി ഉള്ളിലിരുന്നാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം വരുത്തേണ്ടത്. പലരും മറ്റുള്ളവരുടെ അസൂയയെ തങ്ങൾക്കുള്ള ഒരു അപമാനമായിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അസൂയ എന്നത് നിങ്ങളുടെ വിജയത്തിന് സമൂഹം നൽകുന്ന ഒരു അംഗീകാരമാണ്. നിങ്ങളുടെ പക്കൽ മറ്റുള്ളവർക്കില്ലാത്ത അതീവ മൂല്യമുള്ള എന്തോ ഒന്ന് ഉണ്ട് എന്നതിന്റെ ജീവസുറ്റ തെളിവാണ് അവരുടെ ആ അസൂയ. നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ വേറിട്ട ചിന്തകൾ, ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഒരുതരം കുറ്റബോധമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആർക്കും വേണ്ടാത്ത ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ലായിരുന്നു, നിങ്ങളോട് അസൂയപ്പെടുകയുമില്ലായിരുന്നു. ഈ ഒരു സനാതന സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം പതുക്കെ മാറി അവിടെ ശാന്തത വന്നു നിറയും. വെറുപ്പിന്റെ കണ്ണട മാറ്റിവെച്ച് കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. പാവം, അവൻ അവന്റെ സ്വന്തം ഉള്ളിലെ അസൂയയുടെ തീയിലാണ് വെന്തുരുകുന്നത് എന്ന് ചിന്തിക്കാൻ മാത്രം നിങ്ങളുടെ മനസ്സ് പാകപ്പെടും. നിങ്ങളുടെ ശത്രുവിനെ അത്രമേൽ ദയനീയനായ ഒരു ജീവിയായി കാണാൻ കഴിയുന്ന നിമിഷം നിങ്ങൾ അവനേക്കാൾ മാനസികമായി വളരെ ഉയർന്ന തലത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുറപ്പിക്കാം. ഇത് കേവലം ഒരു ആത്മീയ ജ്ഞാനമല്ല, ഇത് കൃത്യമായ മനുഷ്യ മനഃശാസ്ത്രമാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് മുകളിൽ സ്ഥാനം പിടിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും ദ്രോഹിക്കാനും കഴിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ വീണുപോയേക്കാവുന്ന ഒരു കെണിയുണ്ട്. പലരും ഇതിനെ തികച്ചും തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കാറുള്ളത്. ഞാൻ അവരോട് ദയ കാണിക്കാം, അവർ ചെയ്യുന്ന ദ്രോഹങ്ങളെല്ലാം ഞാൻ ക്ഷമയോടെ സഹിക്കാം എന്ന് അവർ കരുതും. ദയ കാണിക്കുക എന്നാൽ എല്ലാ അനാചാരങ്ങളും സഹിക്കുക എന്നല്ല അർത്ഥം.
ദയ എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വെറുപ്പിന്റെ കടുത്ത ഭാരം എന്നേക്കുമായി ഇറക്കിവെക്കുക എന്നത് മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ പെരുമാറ്റത്തിലും ഇടപെടലുകളിലും എപ്പോഴും വ്യക്തമായ അതിരുകൾ ഉണ്ടായിരിക്കണം. മനസ്സുകൊണ്ട് നിങ്ങൾ ഭാരമില്ലാത്തവനാകണം, എന്നാൽ പ്രവൃത്തിയിൽ നിങ്ങൾ അതീവ ബുദ്ധിശാലിയായിരിക്കണം. ഈയൊരു സന്തുലിതാവസ്ഥയാണ് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുന്നത്. ചാണക്യൻ ഉപദേശിക്കുന്ന മറ്റൊരു പ്രധാന തന്ത്രമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും ഭാവി പദ്ധതികളെയും എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക എന്നത്. കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയുമ്പോൾ അത് വേഗത്തിൽ നടക്കും എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വലിയ വിജയങ്ങൾ രൂപപ്പെടുന്നത് മൗനത്തിന്റെ ആഴങ്ങളിലാണ്. നിങ്ങളൊരു വലിയ ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാവരോടും മുൻകൂട്ടി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വ്യാജമായ സംതൃപ്തി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നും, എന്നാൽ സത്യത്തിൽ നിങ്ങൾ ആ ജോലി തുടങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല. കൂടാതെ നിങ്ങളെ തളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ തന്നെ അറിയാതെ ഒരു അവസരം ഒരുക്കിക്കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അവർ നിങ്ങളെ നേരിട്ട് വന്ന് തടയാൻ തുനിയില്ലായിരിക്കാം, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം തകർക്കുന്ന ചെറിയ ചില വാക്കുകളാവും അവർ പ്രയോഗിക്കുക. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല, നീ വെറുതെ നിന്റെ വിലപ്പെട്ട സമയം കളയണ്ട എന്ന് അവർ വളരെ നിസ്സാരമായി പറഞ്ഞുപോകും. ഇത്തരം വാക്കുകൾ ചിതൽ പോലെ പതുക്കെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തിന്നുതീർത്തു കളയും. അതുകൊണ്ട് ചാണക്യൻ ഉപദേശിച്ച ആ സുവർണ നിയമം എപ്പോഴും ഓർക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അത് പൂർണ്ണമായി ലക്ഷ്യത്തിലെത്തുന്നതുവരെ മറ്റാരോടും പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങൾ ഒട്ടും ബഹളം വയ്ക്കാതെ, ആരോടും അനാവശ്യ ഉപദേശങ്ങൾ തേടാതെ അതീവ ശാന്തമായി നിങ്ങളുടെ ജോലിയിൽ മാത്രം മുഴുകുക. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ ഒരു വലിയ വിജയം കൈപ്പിടിയിലൊതുക്കുമ്പോൾ, മനോഹരമായൊരു പുതിയ വീട് പണിയുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതമായൊരു നിലയിലെത്തിച്ചേരുമ്പോൾ ഈ ലോകം അത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നുപോകും. ആ ഒരു നിമിഷമാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. കാരണം അവരെ നിങ്ങളെ തളർത്താൻ തക്കവണ്ണം യാതൊരു അവസരവും നിങ്ങൾ അവർക്ക് നൽകിയില്ലല്ലോ. ഇവിടെ ഒരു പ്രായോഗികമായ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാം. നമ്മൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണെങ്കിലോ, ദിവസവും ഇത്തരം മനുഷ്യരെ മുഖാമുഖം കാണേണ്ടി വരികയാണെങ്കിലോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു നിഷ്പക്ഷതയുടെ നയമാണ്. ആരോടും അമിതമായ സൗഹൃദവുമില്ല, ആരോടും കടുത്ത ശത്രുതയുമില്ല. ഒന്നിച്ച് ജീവിക്കുക, എന്നാൽ എണ്ണയും വെള്ളവും പോലെ എപ്പോഴും വേറിട്ട് നിൽക്കുക. അവർ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാൻ തുടങ്ങുമ്പോൾ അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാതെ ഒരു ചെറിയ പുഞ്ചിരി മാത്രം സമ്മാനിച്ച് അവിടെ നിന്ന് സാവധാനം മാറി നിൽക്കുക. വിഷലിപ്തമായ ചിന്തകളുള്ള മനുഷ്യർക്ക് എപ്പോഴും വലിയ നാടകീയതകൾ ആവശ്യമാണ്. നിങ്ങൾ അവർക്ക് ആ ആഗ്രഹിക്കുന്ന നാടകീയത നൽകാതിരിക്കുമ്പോൾ അവർ സ്വയം നിങ്ങളിൽ നിന്ന് അകന്നുപോകാൻ തുടങ്ങും. കാരണം നിങ്ങൾ അവരുടെ ഊർജ്ജത്തിന്റെ ഉറവിടം തന്നെയാണ് അവിടെ ഇല്ലാതാക്കിയത്. നിങ്ങൾ എത്രത്തോളം ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നുവോ അത്രത്തോളം താഴെയുള്ള അനാവശ്യ ബഹളങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്താതാകും. ഇത് പ്രകൃതിയുടെ വലിയൊരു നിയമമാണ്. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സുരക്ഷ എന്നത് മറ്റുള്ളവരോട് വഴക്കിട്ട് സമയം കളയുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിലാണ്. നിങ്ങൾ സാവധാനത്തിലാണ് വളരുന്നതെങ്കിൽ ആളുകൾ നിങ്ങളെ എളുപ്പത്തിൽ താഴേക്ക് വലിച്ചിടാൻ നോക്കും. എന്നാൽ നിങ്ങൾ അതിവേഗത്തിലാണ് വളരുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്തെത്താൻ പോലും അവർക്ക് കഴിയില്ല. ബലഹീനനായ മനുഷ്യൻ എപ്പോഴും അവന്റെ ശത്രുക്കളെയാണ് ശ്രദ്ധിക്കുന്നത്, എന്നാൽ യഥാർത്ഥ കരുത്തുള്ള മനുഷ്യൻ അവന്റെ ലക്ഷ്യത്തെ മാത്രം നോക്കി മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിൽ നിന്ന് മാറി നിങ്ങളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ ഈ അസൂയക്കാരെല്ലാം നിങ്ങൾക്ക് ചുറ്റുമുള്ള വെറും പശ്ചാത്തല ശബ്ദങ്ങൾ മാത്രമായി ഒതുങ്ങും. അവർ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും, പല കുതന്ത്രങ്ങളും മെനയും, പക്ഷെ അതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് പോലും എത്തില്ല. അവസാനമായി ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ ലോകത്തിൽ രണ്ടു തരം മനുഷ്യരുണ്ട്. ഒന്ന്, സ്വന്തം വര വലുതാക്കാൻ നിരന്തരം ശ്രമിക്കുന്നവർ. രണ്ട്, മറ്റുള്ളവർ വരച്ച വര മായ്ക്കാൻ ശ്രമിക്കുന്നവർ. നിങ്ങളോട് അസൂയപ്പെടുന്നവർ ആ രണ്ടാമത്തെ കൂട്ടരാണ്. അവർക്ക് അവരുടെ ജീവിതം ഭംഗിയായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകത്തിന്റെ പേന നിങ്ങളുടെ കൈകളിൽ മാത്രമാണ് ഭദ്രമായിരിക്കുന്നത്. നിങ്ങളുടെ വളർച്ചയുടെ വര അത്രമേൽ വലുതാക്കുക, അവരുടെ ശ്രമങ്ങളെല്ലാം വെറും കുട്ടിക്കളിയായി മാറിപ്പോകട്ടെ. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ആരോടും വഴക്കിടാനല്ല, നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താനാണ്. ചരിത്രം എപ്പോഴും നിർമ്മാതാക്കളുടെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ, നശിപ്പിക്കുന്നവരുടെ കൂടെയല്ല. ഇനി മുതൽ നമ്മൾ വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശാന്തമായ വിജയങ്ങൾ കൊണ്ടാണ് എല്ലാത്തിനും മറുപടി നൽകേണ്ടത്. ആരോടും പറയാതെ, ഒട്ടും ബഹളം വയ്ക്കാതെ നമ്മൾ നേടിയെടുക്കുന്ന ആ വലിയ വളർച്ചയാണ് മറ്റുള്ളവരുടെ വായടപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ആയുധം. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിന്റെ ഏതോ കോണിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിമുതൽ ഞാൻ എന്റെ ഊർജ്ജം വെറുതെ തർക്കിക്കാൻ കളയില്ല എന്ന് നിങ്ങൾ ഉള്ളുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ നായകൻ നിങ്ങൾ തന്നെയാണ്. ബാക്കിയുള്ളവരെല്ലാം വെറും പാർശ്വകഥാപാത്രങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം വെറും പാർശ്വകഥാപാത്രങ്ങൾ മാത്രമാണ്. ഒരു നായകന്റെ ജോലി ആ കഥാപാത്രങ്ങളോട് വഴക്കിടുക എന്നതല്ല, അവന്റെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിച്ചേരുക എന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ ശാന്തമായ പ്രയാണത്തിന് ഇന്നേ തുടക്കം കുറിക്കുക. ഈ ദൃശ്യവിരുന്ന് നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുക.
അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ മനസ്സിൽ ഈ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഞാൻ ശക്തനാണ് എന്ന് താഴെ കുറിക്കാൻ മറക്കരുത്.